ഇടും. ഓക്കെ, അത് ഇതുവരെയിട്ടില്ല ഗൈസ്. ഇവളാണ് ഗൈസ് ഇവനെ കൊണ്ട് മലപ്പുറം വണ്ടി എടുത്ത് കൊണ്ടുപോയത്. അന്ന് ചെയർമാന്റെ ഇടപെടൽ കൊണ്ട് ഇവൻ അടി കിട്ടിയില്ല. നവ്യ പറഞ്ഞിട്ടുണ്ട്, ഇത് ഡയറക്റ്റ് നവ്യ കരിങ്കാളിയല്ലേ വിനായകണ്ട്. വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ഇന്നത്തത് സാധാരണ രീതിക്കുള്ള ഇൻഫോർമേറ്റീവ് കണ്ടന്റോ മോട്ടോ വ്ളോഗിങ് അങ്ങനത്തെ കണ്ടന്റൊന്നും അല്ല. എൻ്റെ കോളേജ് ലൈഫ് 4 വർഷത്തെ ബിടെക് ലൈഫ് ഇതോടെ തീരാപോവുകയാണ്. ഇന്നാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒഫീഷ്യൽ സെൻഡ് ഓഫ്. അപ്പോൾ അതൊക്കെ അതിൻ്റേതായിട്ടൊരു ഓതൻറ്റിസിറ്റിയോടെ തന്നെ ഷൂട്ട് ചെയ്യണമെന്നാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ ഇപ്പം തന്നെ ഈ ആക്ഷൻ ക്യാമറ എടുത്തത് തന്നെ. അപ്പോൾ ഇതിൽ കൂടുതൽ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. വീഡിയോ എങ്ങനെ എടുക്കുന്നു ആ ഒരു റാ ഫോർമാറ്റിൽ തന്നെ ഇടുന്നതായിരിക്കും. പിന്നെ 360 വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ പല ചെറിയ രീതിക്കുള്ള റീഫ്രെയിമിങ് മാത്രമായിരിക്കും ഞാൻ അതിൽ ചെയ്യുന്നത്. വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് കുറച്ച് ക്രിഞ്ചായിട്ട് തോന്നും. എങ്കിലും കുറേ നാൾ കഴിഞ്ഞ് നമ്മൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഒരു നൊസ്റ്റൽജിയും കാര്യമൊക്കെ ആയിരിക്കും. ഇത് ഈ വീഡിയോ ആയിട്ട് എടുത്തിട്ട് യൂട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ അതെന്നൊക്കെ അവിടെ കിടക്കും. നമുക്ക് എത്ര നാൾ കഴിഞ്ഞാലും അതെടുത്ത് കാണാൻ പറ്റും. പിന്നെ ഈ വീഡിയോ കംപ്ലീറ്റ്ലി എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ എന്നായിരിക്കും ഞാൻ എപ്പോഴും എടുക്കുന്നത്. അപ്പോൾ കൂടുതലും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എൻ്റെ ക്ലാസ്സിലെ പിള്ളേരെയും പിന്നെ ജൂനിയേഴ്സിൻ്റെ കാര്യമൊക്കെ ആണെങ്കിൽ എനിക്ക് അറിയാവുന്നവരെയും അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ആയിരിക്കും. അപ്പോൾ കുറച്ച് അല്ലാത്ത ക്ലിപ്സൊക്കെ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാവരെയും അന്ന് എനിക്ക് കിട്ടിയില്ല. അതെല്ലാം കൂടെ എടുത്ത് വെച്ചിട്ട് വേണം ഇനി വീഡിയോ ചെയ്യാൻ വേണ്ടി. അപ്പോൾ വീഡിയോയിൽ എഡിറ്റിങ്ങും ഉണ്ടാകും എന്ന് വെച്ചാൽ എന്നെ പറ്റി ആരെങ്കിലും കുറ്റമെല്ലാം പറഞ്ഞാൽ അതൊക്കെ ഞാൻ ചിലപ്പോൾ എഡിറ്റ് ചെയ്ത് ചെറിയ രീതിക്കൊന്ന് കുറച്ചെന്നിരിക്കും. കാരണം ഒരുപാടായിക്കഴിഞ്ഞാൽ അത് ശരിയാവില്ല. എൻ്റെ ചാനൽ തന്നെയാണ്, അത് ചുമ്മാ പറഞ്ഞാണ്. ഞാൻ കംപ്ലീറ്റ്ലി ആ ഫോർമാറ്റിൽ തന്നെ ഇടുന്നതായിരിക്കും. ജസ്റ്റ് വീഡിയോയ്ക്കിടയിലുള്ള ഗ്യാപ്പും വീഡിയോ കുറച്ച് ലെന്ത് കുറയ്ക്കാനും വീഡിയോ ലാഗാതായിരിക്കാൻ വേണ്ടി വീഡിയോയ്ക്കിടയിലുള്ള ഗ്യാപ്പ് മാത്രമായിരിക്കും നമ്മൾ ഫില്ല് ചെയ്യുന്നത്. വെച്ചാൽ നടന്നൊക്കെ പോകുമ്പോഴുള്ള ഗ്യാപ്പ് മാത്രം. ബാക്കിയൊക്കെ എങ്ങനെ എടുക്കുന്നു ആ ഒരു ഫോർമാറ്റിൽ തന്നെ. പ്രത്യേകിച്ച് കണ്ടൻസ് ഒന്നും ഇത് കട്ട് ചെയ്ത് കളയാതെ ആയിരിക്കും ഈ വീഡിയോ ഇടുന്നത് തന്നെ. പിന്നെ ഇതുകൊണ്ട് ആരെയും വിഷമമൊന്നും തോന്നേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ കുറച്ച് തോന്നിയാലും പിന്നെ അത് ഒരു ദിവസം നമ്മളടുത്ത് കാണുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കും. അപ്പോൾ എല്ലാവരെയും അവരുടെ അഭിപ്രായങ്ങളും എല്ലാ കാര്യങ്ങളും ഇടുന്നുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇനി കോളേജ് വന്നിട്ട് ബാക്കിയെടുക്കാം. ആദ്യമായിട്ട് നമ്മൾ ക്ലാസ്സിൽ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്താം. ഇതാണ് എലോൺ ഭൂമിക്, കോഴി അജാസ്, അപരാധം മജിൻ, അതിലെ തിരിഞ്ഞാണ്ടാ അതുൽ ബാബി, അനന്ത് മുത്താന. പിന്നെ അവിടെ ക്യാൻറ്റീൻ്റെ അകത്ത് കയറി വീഡിയോ എടുക്കണമെന്നൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ അകത്ത് ചില പ്രത്യേക സാഹചര്യം കാരണം കയറി കഴിഞ്ഞാൽ അടിയിട്ടും. ആ മുടിവെട്ടി വണ്ണൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അതാണ് സോന ബെസ്റ്റി. ഈ ബെസ്റ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നമ്മൾ കേട്ട് തുടങ്ങിയത് തന്നെ ഈയിടയ്ക്കാണ്. അതിനു മുമ്പ് ഇറങ്ങിയൊരു ബെസ്റ്റിയാണ് സോന ബെസ്റ്റി, അക്ഷയ് ബെസ്റ്റി. പിന്നെ ആരുണ്ട്? അവിടെയാണ് വേറൊരു ബെസ്റ്റി നിപ്പുണ്ട്. അത് അനു ബെസ്റ്റി. അനു ബെസ്റ്റി. അതാണ് അനന്തരാമൻ്റെ കൊച്ച്. ഇതാണ് ത്രിപിളിയുടെ സ്വന്തം അനന്ത് സുരേഷ്. ഇത് റിസാൻ, ഇത് ജിമ്മൻ പ്രണവ്, ഇത് അവൻ്റെ അസിസ്റ്റന്റ് ആൽബിൻ, ഇത് അനസ്. ഓക്കെ, നമ്മുടെ റിസപ്ഷനിലെ ലോബിയിലെ ചേച്ചിയാണ്. സുന്ദരിയാണ്. ഈ ചേച്ചിയാണ് ബസ് പാസ്സൊക്കെ എഴുതി തരുന്നത്. എപ്പോഴും പുട്ട് കവള് കണ്ടാൽ തന്നെ അറിയാം. ഒരു ചെറിയൊരു നുണക്കുഴിയൊക്കെ ഉണ്ട് ചേച്ചിക്ക്. ഒറ്റ നുണക്കുഴി. നമുക്കിനി നമ്മളെ സെക്യൂരിറ്റി മാമാരെ പരിചയപ്പെടാൻ വേണ്ടി പോവാം. ആദ്യമായിട്ട് ഈ സെക്യൂരിറ്റി മാമനെ പരിചയപ്പെടാം. കോളേജിനെ കുറിച്ച് ഒരു വാക്ക്. നമ്മളെല്ലാം ഇവിടുന്ന് പോകാൻ പോവുകയാണ്. ഞങ്ങളെ കുറിച്ച് കോളേജിനെ കുറിച്ച് ഒരു വാക്ക്. ടെസ്റ്റിംഗ് ആണ്. സ്കാൻ ചെയ്യണം. ചോപ്പടിച്ച് ഇത് തൊട്ട് നമ്മളടുത്ത് എല്ലാ ടെസ്റ്റ് എത്ര പെഗ് അടിച്ചെന്ന് അറിയാൻ പറ്റുമോ? 4.1. അപ്പം 4 പെഗ് 1 പെഗ് അറിയാം. 90 അടിച്ചേക്കുന്നത്. നമ്മൾ പോകാൻ വേണമെങ്കിൽ നിങ്ങൾ എല്ലാവരും ആകാശം അടുത്തുമ്പോഴത്തേക്ക് 4 ഉണ്ടാവും. അത് നമ്മുടെ നസീർ മാമനാണ്. നമ്മളിതൊക്കെ വ്ളോഗായിട്ട് എടുത്തിടാം. നമ്മളെ മാമൻ പേടിച്ചു ഗെയിം. ഞാൻ വലിയൊരു സ്മെല്ലാണ്. അടുത്തായിട്ട് നൊസ്റ്റാൾജിക്കുള്ള വീഡിയോ ആയിരിക്കും ഇത് കംപ്ലീറ്റ്ലി. അപ്പോൾ എങ്ങനെയാണോ കോളേജ് അത് അതേ രീതിക്കായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ കോളേജിൻ്റെ എൻട്രി. ഇതാണ് നമ്മുടെ സെക്യൂരിറ്റി മാമാരെ ക്യാബിൻ. അതാ മാമാരെ നോക്കുന്നുണ്ട്. നമ്മൾ വെളിയിൽ പോകുന്നതല്ല, ഇതുവരെ വരുന്നുള്ളൂ. അതാണ് നമ്മുടെ മെയിൻ സെക്യൂരിറ്റി മാമൻ. എന്താ മാമനെ കാണാനില്ലാത്ത? ഉണ്ട്. നമ്മൾ ചാടി നൊസ്റ്റാൾജിയ നമ്മളിതൊക്കെ അടുത്ത് വീഡിയോ ആയിട്ട് ഇടാൻ പോവുകയാണ്. നമ്മൾ വെളിയിലോട്ട് ചാടിപ്പോകാന്ന് പറഞ്ഞാണ് മാമൻ ടെൻഷൻ അടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാം. വേറെ സെക്യൂരിറ്റി മാമാരൊന്നും ഇല്ലല്ലോ. ഓക്കെ, ബാക്കിയുള്ളവർ നമുക്ക് പിന്നെ പിടിക്കാം.
കാട്ടാപ്പള്ളി ഹരിയുടെ ഒരേ ഒരു കൂട്ടുകാരി. അടുത്തായി കാണുന്നത് ആര്? അവിടേക്ക് ഇതാണ് പ്രിജി. ഈ പ്രിജി അനസു, ഇതാണ് കെനസ്, ഇതാണ് നമ്മുടെ എന്താ പറയാ, ഇതാണ് നമ്മുടെ ജൂനിയേഴ്സ് ആരൊക്കെ ഉണ്ട്. ഇതാണ് ചിരിക്കാത്ത മനുഷ്യൻ. ഇതാണ് ചിരിക്കാത്ത മനുഷ്യൻ, ഇവൻ തന്നെ. ഹായ്. അടുത്തായി നമ്മളെ ഒരേ ഒരു ജൂനിയേഴ്സ് കോളേജ് ഭരിക്കാൻ പോകുന്ന ടീംസാണ്. ഇത് രാജാവിന്റെ മകൻ അൽഷിൻ, ഇത് അപ്പി. താഴെയല്ല, ഇതൊക്കെ കേട്ടാ. ഇവനാണ് RC390 ഉള്ള ഒരേ ഒരു പയ്യൻ. ഇത് മുതുക്ക് കണ്ട. എടാ നിന്റെ പേരെന്താ? ഇത് അർജുൻ. നിന്റെ ആദർശ്. ഇത് പെണ്ണല്ല ആണാണ്. ഇത് പെണ്ണല്ല, ട്രാൻസ്ജെൻഡർ ആണ്. തൽക്കാലം കോളേജിൽ ഗേ ആണ്. അതാ അവിടെ നിന്ന് വരുന്ന സഞ്ജനയാണ്. സഞ്ജന അങ്ങോട്ടല്ലേ കിട്ടും. സഞ്ജന ഡിജിൻ. കിട്ടി. ഇതപ്പെടാ ഗെയ്സ്, നമ്മൾ വ്ലോഗ് നിർത്തേണ്ടതും ഗെയ്സ്. ഞാൻ ഇവിടെ ചാടിച്ചാവാൻ പോവുകയാണ് ഗെയ്സ്. ഡിപ്രഷനായി. ഇങ്ങോട്ടാണ് ആർദ്രയുടെ. ഇതാണ് നമ്മുടെ മെക്കിന്റെ ക്യൂൻ, ഒരേ ഒരു ക്യൂൻ ആർദ്ര. ഒരേ ഒരു ക്യൂൻ. രണ്ടാമത് അടുത്തായി അജാസ്, റഷീദ് അജാസ്, എലോൺ ഭൂമിക്. നീ സംസാരിച്ചോ? നിങ്ങൾ ഇവരെ പറ്റിയുള്ള അഭിപ്രായം. നമ്മൾ പോകാൻ പോയാണ്. ആകാശം ജിതിനും പോണതിനെ പറ്റി. അൽഷിൻ കിങ് ആൻഡ് ക്യൂൻ ഓഫ് ദ മെക്ക്. നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടും അവർ ഇൻട്രോവേർട്ട് ആയതും അവൻ നമ്മളിൽ നിന്ന് വളരെ അകന്ന് നടക്കുകയാണിപ്പോൾ. പക്ഷേ ആറ്റിലോട്ട് തിരിയെന്ന് വേണ്ട, ഇതിനെ തിരിഞ്ഞാണ്. അതുൽ, അത് ആ ടെറർ ലുക്കായിട്ട് വരുന്ന ഒരു പാവം പയ്യൻ ഇവൻ മാത്രമാണ്. അതുൽ, ഇവനെ പറ്റി പറയുകയാണെങ്കിൽ കുറേ ഉണ്ട് ഗൈസ്. ഇതുവഴിയാണ് നമ്മളെ കോളേജിൽ നിന്ന് ചാരി പോകുന്നത്. മിക്കുള്ള സമയത്ത് സെക്യൂരിറ്റി ഇരിക്കുന്ന ഇവിടെയാണ്. സെക്യൂരിറ്റി ഇരുന്ന് കഴിഞ്ഞാൽ ആ ടാങ്കിന്റെ അതുവഴി കറങ്ങിയായിരിക്കും നമ്മൾ പോകുന്നത്. ഇതാണ് നമ്മുടെ അനു. അപ്പുറത്ത് നമ്മൾ വേറെ എന്താ, അതാണ് നമ്മുടെ ആരതി. ഞാൻ NSSന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നേരത്ത് എവളാണ് എനിക്കിട്ട് പണിതത്. 500 രൂപയ്ക്ക് വിറ്റപ്പോൾ അവൾ എന്നെ ചതിച്ച് വിൽക്കാൻ നോക്കി. അതിൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതാ മെക്കി ക്യൂനിനെ പരസ്യമേ ആക്രമിക്കുന്ന അശ്വിനിയാണ്. അവൻ ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് അവനെ മാത്രം ആക്രമണം ചെയ്യത്തില്ല, അതുകൊണ്ട് അവനെ ഇടപെടാം. അടുത്തായി നമ്മളെ മുടിയൻ, ക്രിക്കറ്റ് കളിയിൽ ഒരേ ഒരു മുടിയൻ. അടുത്തായി വിദ്യയുടെ അസോസിയേറ്റ് വിദ്യന്ന് ഇൻസ്റ്റയിലൊക്കെ ഇട്ടേക്കുന്ന നമ്മളെ സ്ലാറ്റൻ സെക്രട്ടറി. ഒരു തേനീച്ച കൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരുപാട് പേരുള്ളതുകൊണ്ട് തന്നെ ഒരു 3 കൊത്തൊക്കെ വെച്ച് കിട്ടു. പണ്ട് ഇത് എനിക്ക് തേനീച്ച കൂടെ ഉള്ളപ്പോൾ കൊത്തിയിട്ട് ഒരുത്തനാണ് ആകാശ്. എത്ര ഉണ്ടാ? 10. അനന്തൂർ ചന്തിക്ക് കിട്ടി. അതുൽ കിട്ടി. കണ്ണ് ബ്ലഡിൽ ഇൻഫെക്ഷൻ വരെ ആയി. ലാസ്റ്റ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലായിരുന്നു അനന്തു. അരുൺ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അരുൺ അതാ അരുണ് പറ്റിയ അവസ്ഥ അവൻ കാണിച്ചു തരും. അതാ അരുൺ കടിച്ചപ്പോ എന്തിനാ പറഞ്ഞ ഈ ജിമ്മ് പോലെ വരുന്നതാണ് നമ്മുടെ അനന്തുവിന്റെ അമൃത. അത് ശവാന. ഓക്കെ, അതാണ് ഗെയ്സ് നമ്മുടെ ഇന്ദ്രിയത്തിന്റെ കൊച്ച്. പല സാഹചര്യങ്ങളിൽ പറയേണ്ട ആവശ്യമുണ്ടെങ്കിലും അവനെ കാണിക്കാൻ പറ്റില്ല. ഇന്ദ്രിയത്തിന്റെ അടുത്ത പെങ്ങളാണ് ഗെയ്സ്. അത് ആകാശിന്റെ ശത്രുവായ മുട്ട അവിടെ നടന്നു വരുന്നു ഗെയ്സ്. മുട്ടയും ആകാശും മുട്ടയും ആകാശും. ഇവ എൻ്റെ വീടിൻ്റെ അടുത്താണ്. കുറ്റിമുള്ള പയ്യനാണ്, പാവം പയ്യനാണ്. എന്താടാ ആരാ? പാർവതി എൻ്റെ അടുത്ത് മിണ്ടുന്ന ഇവിടെയുള്ള ഒരേ ഒരു പാർവതിയാണിത്. മറ്റേ അവൾ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ചെവുക്കുറ്റി അടിച്ചിരിക്കും. കേസ് ഇവിടെ ചൊറിയുത്തിരിക്കുന്നത് നബീല്. കബഡി പ്ലെയറാണ്. പല ടീമുകളെയും മലർത്തി അടിച്ചു ഒരുത്തനാണ് കേസ്. ഇവനാരാണെന്ന് അറിയില്ല കേസ്. നീ ആരാ കേസ്?
അടുത്തായി നമ്മൾ ലൈബ്രറിയിലോട്ടാണ് പോകാൻ വേണ്ടി, സെൻട്രൽ ലൈബ്രറി. ഇതിന് പകരം വയ്ക്കാൻ വയ്യാത്തൊരു അമരക്കാരനുണ്ട്. ഒരു മുട്ട അവിടെ ഇരിപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. ആ ഗെയ്സ് മുട്ട അവിടെ ഇല്ല ഗെയ്സ്. നൈസിൻ കയറി വീഡിയോ എടുക്കാം ഗെയ്സ്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ആകാശിന്റെ കോളേജിലെ ഒരേ ഒരു അനിയത്തി, ട്വിൻ സിസ്റ്ററാണ് അബില്ലാൽ. ചെണ്ടോട്ടാനൊക്കെ പോകുന്ന അബില്ലാലാണ് ഇവിടെ ഇരിക്കുന്നത്. അത് നീലിമ. ഇത്ര വരെ അവരെന്ന് പറഞ്ഞുകൂടെ അതുകൊണ്ട് എടുക്കാൻ പോകുന്നില്ല, അടിയിട്ടും. സാർ നമുക്ക് വെളിയോട്ട് പോവാം. ഇവിടെ മുട്ട ഇല്ലാത്തതുകൊണ്ട് വലിയ സീനൊന്നുമില്ല. ഇതാണ് ലൈബ്രറിയിലെ ചേച്ചി. ഹായ്. ഇതാണ് നമ്മൾ വെള്ളം കുടിക്കുന്ന സ്പോട്ട്. ഇവിടെ തണുത്ത വെള്ളവും അല്ലാത്ത വെള്ളവും എല്ലാം എപ്പോഴും കിട്ടില്ല. ഫിൽട്രേഷൻ ഉണ്ട് പക്ഷേ കണക്റ്റഡ് അല്ല. പാട്ട് ഉപ്പയില്ല. ഇതൊന്ന് കുറച്ച് വെള്ളം എടുത്തേ. പിന്നെ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ തുറന്നാണ്ടാ ഞെക്കിയാണ്. അല്ലടാ ഇവന്റെ വ്ലോഗ് കൊള്ളാം. നീ കുടി വെള്ളം. ഞാൻ കുടിക്കാം. ഇവങ്ങനെയാണ് വെള്ളം കുടിക്കും. അങ്ങനെയല്ല, ഇവർ ഒളിച്ചിരിക്കുന്നു. അടുത്തായിട്ട് നമുക്ക് ആവശ്യമുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്ന നമ്മുടെ സ്റ്റോറിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇവിടെ കോപ്പി എല്ലാ സാധനവും വിലവർണ്ണ ഇതിൽ എടുത്തു തരും. അടുത്തായി നമ്മുടെ ചേച്ചി, ഇതാണ് നമ്മുടെ സ്റ്റോറിന്റെ ഓണറായിട്ടുള്ള ചേച്ചി. നമുക്ക് അത്യാവശ്യം പേപ്പറൊക്കെ ഫ്രീ ആയിട്ടൊക്കെ തരും. മുട്ടയെ എടുത്തോടാ, ഇതൊരു പാക്കറ്റ് കയറ്റിക്കോ. നമ്മള് പരസ്യമല്ലേ പരസ്യം അത് ആഡ് ചെയ്തേക്കാം. ടാറ്റാ. 10 രൂപ. ഓ, അടുത്തായിട്ട് നമ്മുടെ അരുൺ ക്ലാസ്സിലെ ഏറ്റവും വലിയ പഠിപ്പിയും നമ്മളൊക്കെ പഠിക്കാതിരിക്കാൻ വേണ്ടി ഗ്രൂപ്പിൽ തുണ്ടൊക്കെ ഇടുന്ന ഒരേ ഒരു മനുഷ്യനാണ് ഇവൻ. നമ്മളിപ്പോൾ നമ്മളെ സ്റ്റാഫ് റൂമിലോട്ടാണ് കിടക്കാൻ പോകുന്നത്. അവിടെ ഗ്യാസ് ടോയ്ലറ്റാണ്, അവിടെ എടുത്ത് അടിയിട്ടും. അപ്പോൾ അത് നമുക്ക് വെറുതെ ഇടാം, ജസ്റ്റ് ഹൈഡ് ക്യാം എടുക്കാം. കമോൺ ഗൈസ്. അതാ നിർമ്മൽ സാർ, യങ് ആൻഡ് സ്റ്റാൻഡിങ് ഒന്നരവെളി നിർമ്മൽ. നമ്മുടെ ഓഫൊന്നും ആയില്ല പോടാ. നമ്മളെ പല രൂപഭേദങ്ങളിൽ വിസ്മയിപ്പിച്ചിട്ടുള്ള നമ്മളെ ഉണ്ണി സാർ, ദ ഓൺലി ബാച്ചിലർ. അതാ സജി സാർ. മറ്റേ സാറ് കണ്ട അനിയത്ത് സുജിൻ. ഇതൊക്കെ ഇന്ന് എഡിറ്റ് ചെയ്ത് കിടിലാക്കും. അടുത്തായി ആര്? സാറിന് എംടെക് ഉണ്ടായിരുന്നു. സാർ ഇപ്പോഴാണ് പറഞ്ഞത് എംടെക് ഉള്ള നിർമ്മൽ സാർ. സാറിന്റെ ലുക്ക് കണ്ടോ? TKMന്റെ ഗർജിക്കുന്ന സിംഹം. അടുത്തതായി TKMന്റെ ഗർജിക്കുന്ന സിംഹത്തിനാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത്. ഞാൻ കുറച്ച് ഹൈഡ് ക്യാമായിട്ട് എടുക്കാം. അതാ നിതിൻ സാർ അവിടെ ഉണ്ട്. ചീത്ത വിളി കേൾക്കുകയാണ് ഗൈസ്. നമ്മുടെ സ്റ്റാഫ് റൂം നമ്മൾ ഒന്നുകൂടെ എടുക്കുകയാണ്. ഗോകുൽ സാർ നമുക്ക് നേരത്തെ കിട്ടിയില്ല. ഇതാണ് നമ്മുടെ ഗോകുൽ സാറ്. നവീൻ സാർ ഇവിടെ വാടാ, അടുത്തും എടുത്തിട്ട് സാർ നേരത്തെ വന്ന ബാച്ചിലർ ഇപ്പോൾ ഉറങ്ങുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ നവീൻ സാറ്. ബിരിയാണി ഉള്ളതാണോ? നമ്മുടെ രാഹുൽ സാറ്. പിന്നെ കാർത്തിക്. അത് എഴുത്തിട്ട് മാറ്റിക്കോളാം. ഇല്ലല്ല, ആ സംയുക്തത്തിലുണ്ട്. സംയുക്ത് കാർത്തികിനെ കണ്ട് എവിടെയും പോവുകയാണ്. നമുക്ക് ആ സിവിലിലോട്ട് പോകാം. ഇതാണ് 3rd ഫ്ലോർ. ഇവിടെയാണ് സിവിൽ സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ ആരൊക്കെയുണ്ട്? ഇതാണ് നമ്മുടെ അനന്തരാമൻ്റെ കൊച്ച്. ആ വീട്ടിലാണെങ്കിൽ മറന്നുപോയി. ഷിബി നോക്കടാ. നമ്മുടെ 2nd ഫ്ലോർ. ഇവിടെയാണ് CS സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ മുമ്പ് എവിടെ പോയാലും കറങ്ങി ഇതുവരെയാണ് പൊയ്ക്കൊണ്ടുന്നത്. ഇപ്പോൾ ഇലക്ട്രിക്കൽ ഇവിടെ വന്നതിന് ശേഷം ഇതെല്ലാം നിർത്തിയിട്ടുണ്ട്. വിളിച്ചാലാ ഞാൻ മുമ്പ് പാർവതിനെ കാണാൻ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ വന്നിട്ട് വേറൊരു പാർവതിനെയാണ് കാണാൻ പറ്റിയത്. ഇവളെയാണ് കാണാൻ പറ്റുന്നത്. പാർവതി ഹായ്, ബ്ലോഗിലായിട്ടേക്കാം. സോന. ഇതാണ് ഇലക്ട്രിക്കലിൻ്റെ സ്വന്തം സോന. ഇനി നമ്മൾ ആരെങ്കിലും നമ്മൾ ഇവിടുന്ന് പോകാൻ പോവുകയാണ്. അപ്പോൾ അതിനെപ്പറ്റി നിനക്ക് വിഷമം ഡയറക്റ്റ് വ്ലോഗാണ്. നമ്മളെ പ്രിയങ്കരിയ ടീച്ചർ. ഹായ്. അല്ലല്ല, അടുത്തായി വിഷ്ണു, ആരോമൽ. ഹായ്. ഹലോ. എല്ലാവരെയും കാണിച്ചെന്ന് വിചാരിക്കുന്നു. ഇനി ആരാ? വിസ്മയ്. ലാസ്റ്റ് ദിവസം ഐഫോൺ ഉണ്ട്, അത് കാണിക്കാനാണ് വന്നത്. ഇനി ആരെങ്കിലും എടുക്കാനുണ്ടോ നമ്മള്? അനന്തു. അത് അനന്തു. ആ ഗ്യാപ്പിൽ കാതൽ റോജാവേ. ഇത് തൊഴുവെന്നാണ് നമ്മുടെ ആദിത്യ ബാസി. അതിലെവിടെ? അതിലെങ്ങൊന്നാണ്?
ഈ വ്ലോഗ് എത്ര നേരം തുടരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പ്രിൻസിപ്പൾ വന്ന് അങ്ങനെ പിടിച്ചോണ്ട് പോകും. നവ്യ ഇങ്ങ് വാ. വാ, വാ. ഇതാണ് സിസ്റ്റർ അതുല്യ, ഇന്ദ്രിയത്തിന്റെ ചങ്കായ അതുല്യ. അടുത്തായിട്ട് നമ്മുടെ ഇന്ദ്രിയത്തിന്റെ സിസ്റ്ററായിട്ട് മാറാൻ പോകുന്ന അതുല്യ. ഇത് നവ്യ. എന്നോടാ നവ്യ പറഞ്ഞിട്ടുണ്ട്. ഇത് ഡയറക്റ്റ് നവ്യ ആകാശിന്റെ കൂടെ പഠിച്ചതാണ്. എന്തിനും അതിന് ഉയരായിട്ടുള്ള നവ്യാണിത്. അവളെ വിളിച്ചിട്ടേ ഇതാണ് ഇന്ദ്രിയത്തിന്റെ സിസ്റ്റർ. ഇന്ദ്രിയത്തിന്റെ ഒള്ളി സിസ്റ്റർ ആൻഡ് ബെസ്റ്റി. അവിടെ നിന്ന് ആ ഫോണിൽ അവന് മെസ്സേജ് അയക്കുകയാണ്. ഇന്ദ്രിയത്തിന്റെ സിസ്റ്ററാണ് ഗേസ്. ഓക്കെ, ഒള്ളി ഒന്നാനുള്ള സിസ്റ്റർ അതുല്യ സിസ്റ്റർ. ഷമീർ ഹബിയല്ലേ? ഓക്കെ, എടാ നമുക്ക് അവിടെ പിടിക്കാം. സുനിൽ പോരത്തിൽ പിടിക്കാം. വാ പെട്ടെന്ന് വേണം. ഇത് സ്റ്റോറേജ് അതാ ഹുസൈൻ, ഇലക്ട്രോണിക്സിന്റെ അഭിമാനമായ ഹുസൈൻ. സുനിൽ പോരാടോ. ഇതാണ് കാർത്തിക് രാജ്. സുനിൽ പോരാടം. നിനക്ക് ആകാശിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? നിന്നെ എന്തിനും ഏതിനും ഓടാ മൈര് എന്തിനും ഏതിനും നിനക്ക് ആകാശിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? നല്ല മികച്ചൊരു ഗായകനും ആകാശ് ഇവനാണ് ഗൈസ്. ഗ്രൂപ്പുകളിൽ വരെ ആകാശിന്റെ ഫോട്ടോ എടുത്തിട്ട് എന്തിനേതിനും ജിമ്മനായ ആകാശ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ആകാശ് എന്ന് പറയുന്ന നല്ലൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നവരസ ഗ്രൂപ്പിന്റെ ഈ കൊച്ചിന്റെ പേരെന്താ? ഇനി വേണ്ട. നമ്മുടെ കോളേജിലെ ലോബി ഇവിടെ ഗുരുവൊക്കെ ഇരിപ്പുണ്ട്. ഷാരോ കൊപ്ര ഷാരോ. പിന്നെ സീസൺ അങ്ങോട്ടൊക്കെ പോകണമെന്നുണ്ട്. അത് ഇവിടെ പോയി കഴിഞ്ഞാൽ ഈ സാധനം ഒരു തിരിച്ചു വരാൻ പറ്റുന്നില്ല. അതാ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്ന നമ്മുടെ സൂര്യത്തിനാണ് നിങ്ങൾ കാണുന്നത്. കോളേജ് ആർട്സ് സെക്രട്ടറി സൂര്യത്തെ. ഓക്കെ, CS-ൻ്റെ അങ്ങോട്ട് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. പോയി കഴിഞ്ഞാൽ എപ്പോൾ വേണം അടി കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്കത് പിന്നെ എടുക്കാം. നമ്മുടെ ഇവിടെ പ്ലേസ്മെൻ്റ് ഒക്കെ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ മെയിൻ 2 വർഷം തൊട്ട് 200, 300 പ്ലേസ്മെന്റ്. പക്ഷേ നമ്മുടെ കാടാ അക്ഷയ്, നമ്മുടെ അദ്വൈത് അണ്ണൻ, അമൽ വിനായകണ്ട്. അദ്വൈതണ്ണൻ ഗൈസ്. നമ്മുടെ കോളേജിലെ ഒരു ക്രിഞ്ച് കപ്പിൾസിനെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് പാറു, നുണച്ചിപ്പാറു. ആ ക്രിഞ്ച് എടാ മറ്റേ പാട്ട് കരിങ്കാളിയല്ലേ, അത് കൊള്ളാം. വേറെ കപ്പിൾസ്. ഇത് നമ്മളെ സ്വന്തം കാർത്തിക് ചേച്ചി. നോക്കിക്കോ, ഇതാണ് നമ്മളെ എല്ലാ സ്ഥലവും ക്ലീൻ ചെയ്ത് കള്ളപ്പണിയൊക്കെ എടുക്കുന്ന ചേച്ചി. അടുത്തായിട്ട് ഗോഗിൾ ദ നോട്ട് ഗിവർ. നമ്മളെല്ലാ എക്സാമിനും നോട്ടൊക്കെ കറക്റ്റ് സമയത്ത് അയച്ചു തന്ന ഒരേ ഒരു പയ്യനാണിത്, ഗോകുൽ. നേരത്തെ ചേച്ചി ജോലി ചെയ്യുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് സ്പെഷ്യലായിട്ട് റിക്വസ്റ്റ് ചെയ്ത് ജോലി ചെയ്യുന്ന ഒരു വീഡിയോ എടുപ്പിക്കുകയാണ്. ഇതാണ് ആ ഗോകുൽ, ദ വൺ ആൻഡ് ഓൺലി പഠിപ്പി കം എലവൻസ് ഇൻ ക്ലാസ്. അടുത്തതായി വർക്കലയുടെ ലുക്ക് കൊണ്ട് റൂഡും സംസാരം കൊണ്ട് ക്യാറ്റർ കൊണ്ട് പഴമായ നമ്മുടെ അതുൽ ബാബി. ഓക്കെ, ആ ടെറർ ലുക്കും വാവകളുടെ സ്വഭാവമായ അതുൽ ബാബി. ഗൈസ്, ഇതാണ് നമ്മളെ സിവിലിൻ്റെ സ്വന്തം ഷെറീഫ്. ഇത് സിവിലിൻ്റെ സ്വന്തം നിക്കി സുരേഷാണ്. ഇവനെ അന്ന് നമ്മൾ ആകാശൊക്കെ ചേർന്ന് വണ്ടി ഇടിച്ച് ഫാത്തിമയുടെ അടുത്ത് നിന്ന് ഡാൻസ് കളിച്ചിടയിൽ വണ്ടി ഇടിച്ചത് ഇവനെയാണ്. ആ റീലൊരു 30 അടുപ്പിച്ച് വീസു അടുപ്പിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കോളേജിൻ്റെ ഇവൻ ഒരു കള്ളനാണ് ഗൈസ്. നമ്മുടെ ക്ലാസ്സിലെ സഞ്ജയുടെ വണ്ടി അറിഞ്ഞുകൊണ്ട് പോയി കൈയും കളവുമായിട്ട് പിടിച്ചതാണ്. ബിനോയുടെ വണ്ടി എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോയ ഇവനാണ്. ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ എന്ന് വെച്ചാൽ ഒരു അപ്പീൽ സ്വഭാവമുള്ള ചെയർമാനാണ് ഗൈസ്. ഇതാണ് നമ്മുടെ കാതൽമന്നൻ. പറ്റിയൊക്കെ അപകടം പറയുന്ന നിക്കി സുരേഷ് പല വണ്ടി മോഷണത്തിൽ അവനെ പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു ദിവസം ഈ സാധനത്തിനെയും കൊണ്ടാണ് നമ്മുടെ ക്ലാസ്സിൽ സഞ്ജയുടെ വണ്ടി കൊണ്ടുപോകാൻ പോയത്. എന്ന് വെച്ചാൽ അന്ന് ചെയർമാൻ്റെ ഇടപെടൽ കൊണ്ട് ഇവൻ അടി കിട്ടിയില്ല. നിന്നെ അടിക്കാനാണോ എന്ന് അറിയാമോ? നമ്മൾ വെറുതെ പുറത്തും പറയണ് സഞ്ജയുടെ അടുത്ത് ബസരാജൻ പറയണ് ഇവനെ അടിക്കാനാണ് നമ്മളോട് വന്നത്. അതെല്ലാം റെക്കോർഡ് ചെയ്തോ? അന്നേ വെളിയിറങ്ങിയപ്പോ ബസരാജ് എൻ്റെ അടുത്ത് ജിതിനെ നീ കണ്ട
ഉള്ള എല്ലാരെയും വിളിച്ച് അത് കിട്ടും. പുറത്തിറങ്ങിക്കാൻ. സഞ്ജയുടെ അടുത്ത് ഇതൊക്കെ എടുത്തോ? ഇല്ല, സഞ്ജയുടെ അടുത്ത് വെച്ചരാമെന്ന് പറഞ്ഞേട്ടാ. ആ നിന്റെ വണ്ടി ഫാത്തിമേനെ കൊണ്ട് ഇവിടുത്തെ പയ്യൻ പോണെ കണ്ട് 100 അല്ലല്ല 100 രൂപയ്ക്ക് എല്ലാ ദിവസവും എണ്ണ അടിക്കും, വീടെത്തുന്നതിന് മുമ്പ് പടിയിലാവുമെന്ന്. ഇത് അവൻ്റെ സ്ഥിരം പരിപാടിയാണ്, അവനെ അടിക്കണമെന്ന്. അങ്ങനെ സഞ്ജയ് 2 താക്കോലെടുത്ത് എൻ്റെ തന്നു. എന്നിട്ട് പറഞ്ഞ് നിന്റെ വണ്ടി ഓടിച്ച് എണ്ണ എടുത്ത് വയ്ക്കാന്ന്. അങ്ങനെ ഞാൻ വേറൊരു വണ്ടി പോയി താക്കോലിട്ട് ബാക്കി ഇതിന് സ്റ്റാർട്ടായില്ല. അതും മറ്റേ വിനോയുടെ വണ്ടി അല്ലായിരുന്നു. ഇതൊക്കെ വ്ളോഗൊക്കെ ഞാൻ ഇടും. ഓക്കെ, നിന്റെ വ്ളോഗ് ഞാൻ കാണുന്നില്ലല്ലേ. അത് ഇതിലിട്ടില്ല ഗൈസ്. ഇവളാണ് ഗൈസ് ഇവനെ കൊണ്ട് മലപ്പുറം വണ്ടി എടുത്ത് കൊണ്ടുപോയത്. ബിഗ് ബോസ് അല്ലേ? നീ പറഞ്ഞോ എവിടാണ് എല്ലാത്തിനും കാരണം? ഗൈസ് വണ്ടി മോഷ്ടിച്ച് അവളെ കൊണ്ടാക്കിയിട്ട് തിരിച്ച് അതിനെ കൊണ്ടാക്കി. ഇതാ പോകുന്ന ആരാണെന്ന് നോക്കൂ ഗൈസ്. അതാണ് നമ്മുടെ CS സോനാ സനൽ. അതിൻ്റെ അപ്പുറത്തൂടെ പോകുന്നതാണ് ദ മോസ്റ്റ് ബ്രില്യൻ. ഏത് ഞാൻ ഡെമോ അടിച്ചില്ല. നീ ഇങ്ങാട്ടാ ഫുൾ എടുക്കാം. ഇങ്ങോട്ടോ ഗൈസ്, ദ മോസ്റ്റ് ബ്രില്യൻ ഗേൾ ഇൻ CS ആർഷലക്ഷ്മിയാണ് പോകുന്നത്. അപ്പുറത്തെ ചിരിച്ചുകൊണ്ട് പോകുന്നത് അക്ഷയ് VS അല്ല അക്ഷയ് രഘുവേണു. ഇത് നമ്മുടെ 2 സാറുമാരാണ്, ഉണ്ണി സാറും മാനേജർ അല്ലേ. ഗൈസ് ഇതാണ് നമ്മൾ ലാസ്റ്റ് ഇയർ ആറുമാഴ്ച നമ്മളെ ക്ലാസ് റൂം. നമ്മൾ HOD ഇതാ വരുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. ഇതാണ് അനന്ത് മുത്താന. ഇവനൊരു ആനയോളിയാണ്. ആകാശിന്റെ ശിങ്കിടിയും. അടുത്തായി സഞ്ജയ്, നമ്മുടെ കേന്ദ്രിക്കുട്ടൻ. പിന്നെ ജയ്സൺ, ഇന്ദ്രത്തിനെ പറ്റി അനന്ത് പറയും. അടുത്തായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ മാമനായ അമൃതത്തിനെയാണ്. ഒരുപാട് പേരെ സെറ്റാക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്, പക്ഷേ മുടി നിറച്ചുകൊണ്ട് ആരും കിട്ടിയില്ല. അടുത്തായി മൈലൻ വിഷ്ണു. മൈലൻ വിഷ്ണുവിനെ പറ്റി അനന്തരാമനായിരിക്കും നിങ്ങളടുത്ത് പറയുന്നത്. പറഞ്ഞോ എങ്ങനെയാണ്? അടുത്തായി കൊതരാമൻ. നമ്മുടെ ഗോപുവിൻ്റെ ഏക അളിയനായ കൊതരാമനാണ് ഇരിക്കുന്നത്. നമ്മുടെ CS എല്ലാവരെയും ബെസ്റ്റിയായ അനു, ആകുൽ ബാബി, അജി. കുഴപ്പമില്ല. അടുത്തായി അവരാധ പിറകെ അക്ഷയ്. പെണ്ണുങ്ങളെ കാണുമ്പോൾ ലൈൻ ആവുന്ന ജിതിനാണ്. എന്നെ പറ്റി പറഞ്ഞത് കാണുമ്പോഴും ലൈൻ അടിക്കുന്നവരാണ് ഞാൻ. അടുത്തതായി വർഗീയ പരാമർശങ്ങൾക്ക് ഇരയാവുന്ന നമ്മുടെ അസ്ലം പച്ച. അടുത്തായി വൈഷ്ണവ്. അതിനുശേഷം 90s കിഡ് അറിയപ്പെടുന്ന നമ്മുടെ അഖിലണ്ണൻ. വെള്ളം അടിക്കുന്ന ബ്രാഹ്മണൻ. ക്ലാസ്സിൽ ഇത് വെള്ളം അടിക്കുന്ന ബ്രാഹ്മണൻ മാറിയണ്ട. അത് നമ്മുടെ ക്ലാസ്സിലെ ഏറ്റവും പക്വതയുള്ള നമ്മുടെ സ്വന്തം പാട്ടുകാരൻ ആദർശ്. അത് പാപ്പ. ക്ലാസ്സിലിരുന്ന് വെള്ളം ഒഴിച്ച് ഛർദ്ദിക്കുന്ന നമ്മുടെ അഖിൽ പാപ്പാല. അടുത്തായി കോയി ഫയാസ്, മുല്ല ശ്രീജിത്ത്, നമ്മുടെ സൂര്യജ്. പിന്നെ ഇതാണ് നമ്മുടെ ക്ലാസ്. എടുത്തോ. പിന്നെ ഇത് കൊലങ്കിരി. പറഞ്ഞോ. ഇതാണ് സോനയുടെ ബെസ്റ്റ്, അക്ഷയ് ബെസ്റ്റ്. അടുത്തായിട്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡ് കിങ് ആയിട്ട് കോളേജിലേക്ക് കടന്നു ഡിജിൻ. പിന്നെ ചളുവരിച്ച് എല്ലാവരും ഒതുക്കി. ദ ബ്ലാക്ക് റോം, യമഹ ബൈക്കർ. അടുത്തതായി എടാ മൈര തിരിയടാ. ഇതാണ് അവൻ. ഇത് ഗോപു ചിഗതൻ. നമ്മുടെ സിദ്ദിഖ് ബാബ്. എപ്പോഴും ചിരിച്ച മുഖത്തോടെ നമ്മളെ കാണുന്ന സിദ്ദിഖ് ബാബ്. ഇവനും അവനും തമ്മിലാണ് കമ്മീഷന്റെ പരിപാടികളൊക്കെ. നമ്മുടെ ഐഡി കൊണ്ടേ മൂഞ്ചിച്ച 2 പേരാണ് ഇവർ. വാ നീ കളിയല്ലേ? കാട്ടാപ്പള്ളി ഹരി. നമ്മുടെ ചെയർമാനായ അജ്മൽ, ബാബ അജ്മൽ. അടുത്തായി ദീപൻ, ധനീഷ്, മുല്ല ശ്രീജിത്ത്, സൂര്യജിത്ത്, ആർട്സ് ക്ലബ് സെക്രട്ടറി, കൊലങ്കിരി. അതാ സീരിയലുമായി ഓടുന്നു അപ്പു സാർ. എല്ലാ സീരിയലുകളിലും അഭിനയിച്ച്. ആരെ ഫോണ്? നമ്മുടെ റോയൽ മെക്കാനിക്കലിനെ ഉന്നയിച്ചു പോകുന്നത് നമ്മുടെ വിഷ്ണുവാണ്. അവന്റെ പിറകെ നമ്മളെല്ലാരും വരുന്നുണ്ട്. കമാൻഡോ ബോംബിടാ ഒരിടത്ത് പറഞ്ഞു വിട്ട അവിടുത്തെ ലൊക്കേഷൻ മറന്നിട്ട് സ്വന്തം വീട്ടിൽ ബോംബിടുന്ന കമാൻഡോ ആണ്. അരണ ബുദ്ധിയുള്ള ഇവൻ ഫോൺ വെച്ച് എഴുതിയത് ഡാൻസ് കാണിച്ചെടുത്തു. ഡാൻസിന്റെ വീട്ടിൽ
ഏതൊരു നിമിഷവും കമാൻഡോ അറ്റാക്ക് പേടിച്ച് ജീവിക്കുകയാണ് എന്റെ പാവൻ ഡാനിഷ്. അത് തുണ്ട് വെച്ച് എഴുതി പൊക്കിയ മഹാനാണ്. ആ ലേഡീസ് പേഴ്സ് കൊണ്ടുപോയി അവരന്ന് വന്ന് കണ്ട പെമ്പിള്ളേരെ എല്ലാരും ക്രഷ് അടിക്കുന്ന ഓക്കെ ഞാൻ തന്നെ ക്രഷ് അടിക്കുന്നു, ഞാൻ ടോർച്ചർ ചെയ്യുന്നുണ്ട്, പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, റാപ്പ് ചെയ്യുന്നുണ്ട്, വേറെ എല്ലാം പറയാണ്ടോ? നീ പറഞ്ഞോ? കട്ട് ചെയ്യില്ല, സീരിയസ് കട്ട് ചെയ്യില്ല ആ വീഡിയോ. പിന്നെ അവനെ പറ്റിയാണ് എനിക്ക് കുറെ പറയാനുണ്ട്. തൽക്കാലം ഞാൻ വെറുതെ വിളിക്കാണ്. അതാ പാപ്പാല അത് കിട്ടി, അത് കിട്ടി. എടുത്തോ? ഒന്നുമില്ല, പ്ലേയിങ് ആണ്. അതല്ല ഇവിടെ നമ്മൾ ഇങ്ങനെ ഇത് പിടിച്ചിട്ട് നീ ഇങ്ങനെ ഫ്രണ്ട് ഓടണം, ബാക്കി എല്ലാവരും കൂടെ ഒരുമിച്ച് ഓടി വരണം. ഹീറോ മേരി ഫോട്ടോ എടുത്തേ നീ ഇത് പിടിച്ചോണ്ട് ഇറങ്ങി എടാ ഗൈസ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ പയ്യനെ തുണ്ടു വെച്ച് കാണിച്ചു കൊടുത്തവൻ. ഇവന്റെ വീട്ടിലാണ് കമാൻഡോ അറ്റാക്ക് നടക്കാൻ പോകുന്നത്. രാത്രി ആകുമ്പോഴത്തേക്ക് യൂട്യൂബിൽ വരും. ഫ്യൂച്ചറിലെ ഒരു വലിയ യൂട്യൂബറാണ് ജിതിൻ. ഓ, ഇവൻ ബൈക്ക് സ്റ്റണ്ടർ ആണ് എന്നാണ് കൊന്നിട്ട്. അതാ ഇൻട്രോവേർട്ടഡ്, കംപ്ലീറ്റ്ലി ഇൻട്രോവേർട്ടഡ് അഭിരാം. ഞാൻ നിലവില് കോളേജ് വരുന്നതിന് മുമ്പ് ആദ്യമായിട്ട് പരിചയപ്പെട്ട ഇവനെയാണ്. പക്ഷെ ബസ്സിൽ എന്റെ അടുത്ത് ഇരുന്നിട്ടും ഇവൻ എനിക്ക് മനസ്സിലായില്ല. ഫുൾ ഫിൽറ്റർ വിട്ട് ഒരു തവണ ഇരിക്കുന്നു, ആളെ മനസ്സിലാവുന്നില്ല ഇവൻ ബസ്സിൽ. അടുത്ത ഗൗതംഗിരി, മുല്ല, ശ്രീജിത്ത്. ഞാൻ ഏത് പെണ്ണിനെ നോക്കിയാലും അവിടെ ഇവൻ കാണും. ഇവനും 3 പേരും. പിന്നെ അജാസ്, പിന്നെ അജാസിനൊരു പാർട്ണറുണ്ട്, അവനാണ് മുബാറക്. അവനൊന്നും വന്നില്ല. ഇവനാണെങ്കിൽ പെണ്ണിനെ നോക്കും, വീട്ടുകാർ നോക്കും, കെട്ടിച്ച് വിടും. നമ്മൾ ആരെയൊക്കെ ഇനി പറയാനുണ്ടല്ലോ, ആരെയൊക്കെ പറ്റി. 39 പെമ്പിളുടെ ലൈഫ് നോക്കിയിട്ടും ആരും സെറ്റ് ആവാത്ത നമ്മുടെ ക്വാളിഫയേഴ്സിനെ കാണുന്നത്. മാക്സ് പയ്യൻ, ദ സ്റ്റണ്ട് റൈഡർ, ഗോകുൽ ഷിജി, സിഗ്മയിൽ നിന്ന് വാവാച്ചായിട്ട് മാറി നമ്മൾ ഗോകുൽ ഷിജി. പിന്നെ ആരുണ്ടായിരുന്നു? ശ്രീജിത്ത്, മുല്ല. വേറെ ആരൊക്കെ ഉണ്ടാകുന്നല്ലോ എവിടെ? അതിലേക്ക് ഇന്നലെ കുറെ എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായി യൂണിക്കോണിൽ റൈഡ് ചെയ്ത ആക്സിഡന്റ് പറ്റിയ നമ്മുടെ ഗോപു ചുഗതൻ, ചുഗി. വണ്ടിയുടെ ഹാൻഡിൽ മാറുന്ന ഒരു ബിസിനസ് ആയിരുന്നെങ്കിൽ അവൻ റിച്ചായനെ അവൻ എടുത്തെടുത്ത്. ഇനി ആരെയൊക്കെ എടുക്കാണ്ടായിരുന്നില്ലേ? ഗോതരാമൻ. ഗൈസ്, നമ്മുടെ അഭിരാം ഫസ്റ്റ് പേഴ്സൺ ഹിയർ. പരിപാടിക്കൊന്നും വരില്ല, ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കും. ആൻഡ് ധനീഷിനെ പറ്റി പറഞ്ഞ കുറ്റമൊന്നും പറയാനില്ല, നല്ലത് മാത്രമുള്ളൊരു പയ്യനാണ്. പിന്നെ സുജിൻ കമ്മീഷനാണ്. അക്ഷയ് ബൈ ബൈ. ഫോണ് വിടറാ, എനിക്ക് ലൈസൻസ് എടു. ലൈസൻസ് വീഡിയോ നീ ഉണ്ടായിരുന്നു. ലൈസൻസ് ആണ് അക്ഷയ്, നീ എന്നെ അടുത്തവൻ പറഞ്ഞു. ഇവൻ പറഞ്ഞു എല്ലാ ചിറ്റാകയില്ല, ഫോട്ടോ ആക്കാത് ചിറ്റാകയില്ല. എല്ലാരും കിട്ടുന്ന കളിക്കുന്നു. ഒരു 2 വർഷം മുമ്പ് വരെ എന്നെ സ്വന്തം അനിയനെ പോലെ കൊണ്ടുവരുന്ന ഒരു കൊച്ചാണ് നടന്ന് പോകുന്നത്. പിന്നെ എൻ്റെ കയ്യിരിപ്പും സ്വഭാവമൊന്നും അത്ര ശരിയല്ലാത്തതുകൊണ്ട് ഇപ്പം എൻ്റെ അടുത്ത് മിണ്ടില്ല. ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് ഒരിക്കലും മിണ്ടാനും പോകുന്നില്ല. ഇവിടെ നിന്നാണ് എനിക്ക് ബാഡ് ടച്ച്, കോഴി, ടോർച്ചർ അങ്ങനെയുള്ള പേരൊക്കെ കിട്ടിയത്. ആ വീഡിയോയിലായാലും ഓരോരുത്തന്മാരത് പറയുന്നുമുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ്ലി സത്യമാണ്. അപ്പോൾ അതിലൊന്നും ഇനി ചെയ്യാനും ഒന്നുമില്ല. ഈ ഒരു ക്ലിപ്പ് കൂടെ ആഡ് ചെയ്യാതെ എൻ്റെ ഈ ബിടെക്കിൻ്റെ ഒരു വ്ളോഗ് എടുക്കുകയാണെങ്കിൽ അതൊരിക്കലും കംപ്ലീറ്റ് ആവത്തില്ല. കുറച്ച് റിഗ്രറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ലുക്കിംഗ് ബാക്ക് എവറിത്തിങ് വാസ് സോ ഗുഡ്. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.